സക്സസ് ലാബിലേക്ക് വീണ്ടും സ്വാഗതം. നിനക്കുള്ളത് ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല. അത് വൈകിയാലും വഴിതെറ്റിയാലും ഒടുവിൽ നിന്നെ തേടിയെത്തും. ഈ ഒരു സത്യം ഞാൻ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മനസ്സിലാക്കി. അതോടുകൂടി എൻ്റെ ജീവിതം പൂർണ്ണമായും മാറി. അതിനു മുമ്പ് കാര്യങ്ങൾ എൻ്റേതായ രീതിയിൽ പോയില്ലെങ്കിൽ ഞാൻ വളരെ അസ്വസ്ഥയാകുമായിരുന്നു. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ പ്ലാനിനേക്കാൾ നല്ല പ്ലാൻ ദൈവത്തിൻ്റെ അടുത്തുണ്ടെന്ന്. അതിനുശേഷം ഞാൻ അല്പം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു തുടങ്ങി. ജീവിതം സുഗമമായി ഒഴുകാൻ തുടങ്ങി. എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ളൊരു കഥ പറയാം. എൻ്റെ ഹസ്ബൻഡിന് UAE ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി കിട്ടി. അതിനോടൊപ്പം എനിക്കും അതേ പ്ലേസിൽ നിന്ന് തന്നെ ഇൻ്റർവ്യൂ കോൾ വന്നു. ആ ജോലി എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ ഇൻ്റർവ്യൂ നന്നായി ചെയ്തില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റിജക്റ്റഡ് എന്ന ഇമെയിലും വന്നു. ആ ഒരാഴ്ച മുഴുവൻ ഞാൻ കരഞ്ഞു. പക്ഷെ പിന്നീട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, അവിടെ ഭയങ്കര പൊളിറ്റിക്സ് ആണ്, എനിക്ക് വേറെ ജോലി എന്തായാലും നോക്കേണ്ടി വരും. അതേസമയം അതിനേക്കാൾ നല്ലൊരു പോസ്റ്റോട് കൂടിയ ഒരു ഓഫർ എനിക്ക് വേറെ കിട്ടി. അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ വളരെ മെൻ്റൽ ട്രോമ അനുഭവിച്ചിരുന്നു. എന്നിരുന്നാലും ആ വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, വളരെയധികം പ്രാർത്ഥിച്ചു. പക്ഷെ അത് നടന്നില്ല. ആ സമയത്ത് എനിക്ക് ദൈവത്തിനോട് പോലും വിരോധം തോന്നി. പക്ഷേ ഇന്ന് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ജീവിതം കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഞെട്ടലാണ്. ഇന്ന് ഞാൻ ഉറപ്പായും പറയും, നിങ്ങൾ ചോദിക്കുന്ന എല്ലാം യൂണിവേഴ്സ് തരും. പക്ഷേ നിങ്ങൾക്ക് യോജ്യമല്ലാത്തത് ബലമായി പിടിച്ചു വാങ്ങിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ കൊണ്ടുവരൂ. അതുകൊണ്ട് ഒന്ന് സറണ്ടർ ചെയ്തു നോക്കൂ. ഒന്നും ചോദിക്കാതെ തന്നെ ദൈവം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തന്നിരിക്കും. കാരണം നിങ്ങൾ ശരിയായ മനസ്സോടെ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പരാജയമെന്ന് ഒന്നുണ്ടാകില്ല.